പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ എല്ലാം മര്യാദയുടെ ഭാഷയിൽ പറയുക. ഉപദേശിയാണെങ്കിലും പ്രീസ്റ്റാണെങ്കിലും പുരോഹിതനാണെങ്കിലും പൂജാരിയാണെങ്കിലും മനുഷ്യരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ കളിയാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഇവർക്കില്ല. ഇപ്പം ഈ ഇന്ത്യൻ ഭരണഘടന ഞാൻ എന്ത് ധരിക്കണമെന്നും അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. ചില സാഹചര്യങ്ങളിൽ നമ്മളത് ധരിക്കാൻ പാടില്ല. പിന്നെ കേരളത്തിലെ സാരി പോലെയുള്ള വസ്ത്രങ്ങൾ ഒരു വൃത്തികെട്ട വസ്ത്രമായി സാരി എന്ന് പറയുന്നത്. കാരണം അല്ലെ സാരി അതേപോലെ ഉടുക്കണം. ശരീരഭാഗങ്ങളെല്ലാം എന്താ പറയുന്നത് എക്സ്പോസ് ചെയ്യുന്നൊരു വസ്ത്രമാണ് സാരി. അല്ലെ അത്രയും മര്യാദയ്ക്ക് സാരി ഉടുക്കണം. നമ്മൾ ഈ സ്ത്രീകളുടെ വസ്ത്രത്തെ പറ്റിയാണ് കൂടുതൽ പറയുന്നത്. പിന്നെ പുരുഷന്മാർ ഷർട്ടും പാൻറ്റും മുണ്ടും ഒക്കെ ആയതുകൊണ്ട് അതിനകത്ത് വലിയ പ്രശ്നം നമുക്ക് കാണുന്നില്ല. എന്നിരുന്നാലും ചുരിദാർ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ പറയാറുണ്ട്. ചുരിദാർ ഒരു നല്ല വസ്ത്രമാണ്. കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്ത്രം. ജീൻസ് ഉപയോഗിക്കാം. ചുരുക്കം പറഞ്ഞാൽ ബന്ധക്കോസ് അനുഭവവുമായി ബന്ധപ്പെട്ട് സ്വർണം, വസ്ത്രം, ഈ കാര്യങ്ങളൊന്നും ചേർത്ത് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. വിശുദ്ധിയും വേർപാടും സ്വർണവും ലെഗിൻസും ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല.